ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കായിട്ടാണ്. കായ ബജിയാണ്. കായ ബജിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഞാൻ 3 ചെറിയ കായ എടുത്തിട്ടുണ്ട്. കായ എന്ന് പറഞ്ഞാൽ വണ്ണം കായ, സാധാരണ നേന്ത്രക്കായ അല്ല, വണ്ണം കായയാണിത്. കായ ബജിക്ക് ഉണ്ടാക്കുന്ന ഈ കായ കൊണ്ടാണ്. ആ കായ 3 എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പോളം കടലമാവ്, പിന്നെ 3 സ്പൂണ് അരിപ്പൊടി, അതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി സാധാരണ മുളക് പൊടി 1/2 സ്പൂണും കാശ്മീരി മുളക് പൊടി 1 സ്പൂണും. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി ഉള്ളതെന്ന് വെച്ചാൽ 1 സ്പൂണ്, ഇതിന് പകരം 1 സ്പൂണ് സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കായ ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ആദ്യം തന്നെ ഈ കായയുടെ തൊലി കളഞ്ഞ് എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലെ തൊലിയൊക്കെ ഞാൻ നന്നായി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ചിട്ട് കായ ഇങ്ങനെ നേരത്തെ ഇത്രയും കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഇട്ട് കൊടുക്കാം. മൂന്ന് സ്പൂണോളം അരിപ്പൊടി, ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി 1 നുള്ള്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ദോശമാവിൻ്റെ കാളും കുറച്ച് കട്ടി കൂടുതൽ. ഇപ്പോൾ കൂടുതൽ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കൂടുതലായി എന്ന് വിചാരിച്ചാൽ കുറച്ച് കടലമാവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ വേണം മാവ്. നമുക്ക് കായ ബജി ഉണ്ടാക്കാൻ നോക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബജിയും മാവിൽ മുക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. തീ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കൂട്ടി വയ്ക്കണം കേട്ടോ. എന്നിട്ട് കുറച്ചാൽ മതി. പിന്നെ ബജി നന്നായി പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ വെക്കുക. അപ്പോൾ നന്നായി എണ്ണയൊന്നും കുടിക്കാണ്ട് നന്നായി മൊരിഞ്ഞ് കിട്ടും. ഉള്ളും വെന്ത് കിട്ടും. നന്നായി മൊരിഞ്ഞ് നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എണ്ണയിൽ നിന്ന് ഇത് എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നന്നായി പൊന്തി വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചായ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബജിയുടെ അതേ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് അവിടെ പോയി വാങ്ങിക്കണം വേണ്ട. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ബജി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ അതേ ടേസ്റ്റും അതേ മണവും ഒക്കെയുള്ള ബജിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നു വേണ്ട. വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബജി ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം, ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബായ്.